പാലക്കാട് മലമ്പുഴയിൽ അവശനിലയിലായ കാട്ടാന PT5 ചികിത്സയെക്കുറിച്ചുള്ള വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം തള്ളി ആനപ്രേമി സംഘം. മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആനയെ ബേസ് ക്യാമ്പിലെത്തിച്ച് ചികിത്സിക്കണമെന്ന് വനമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ആന ഇപ്പോഴും അവശനിലയിലാണെന്ന് സംഘം ആവർത്തിച്ചു. ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. PT5 കാട്ടാനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആദ്യം വാർത്ത നൽകിയത് 24 ആണ്. പിന്നാലെ വനം വകുപ്പ് നിരീക്ഷണവുമായി എത്തി ആനയ്ക്ക് ചികിത്സ നൽകി. നിലവിൽ കാട്ടാനയുടെ ഒരു കണ്ണിന് പൂർണ്ണമായും മറ്റേ കണ്ണിന് 70% തിമിരം ബാധിച്ചിട്ടുണ്ട്. നിലവിൽ കാഴ്ചാപരിമിതിയുള്ള PT5 മറ്റാനകൾ ചേർന്ന് ആക്രമിച്ചതോടെ PT5 മുതുകിലും കഴുത്തിലും വയറിലുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ മുറിവ് ഇപ്പോൾ ജീർണിച്ച് പുഴുവരിച്ച നിലയിലാണ്. എന്നാൽ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ബോധപൂർവമായി PT5 ചികിത്സ നിഷേധിച്ചെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ആനപ്രേമി സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. ആനയുടെ നില വഷളായി തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ വനമന്ത്രി AK ശശീന്ദ്രന് ഇമെയിൽ വഴിയും നേരിട്ടും ആനപ്രേമി സംഘം പരാതി നൽകിയിരുന്നു. ഒരു തവണ മയക്കുവെടി വെച്ച് ചികിത്സിച്ചിട്ടും ആനയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മാത്രവുമല്ല, നില കൂടുതൽ വഷളായി. വനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചികിത്സ നിഷേധിക്കുന്നതായും ആനപ്രേമി സംഘം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആനയെ പിടികൂടി വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിലെ മിടുക്കന്മാരായ ഡോക്ടർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ വളരെ പർവ്വതീകരിച്ച് വികാരപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണ് എന്ന് തോന്നും വിധത്തിലാണ് പ്രചരണം നടക്കുന്നത്. ഉത്തമ ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നതെന്നും മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ആനപ്രേമി സംഘം സെക്രട്ടറി ഹരിദാസൻ. നമ്മൾ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഈ വിഷയം അറിഞ്ഞ് 14/7 വനമന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയിരുന്നു. വനത്തിനകത്ത് ചികിത്സ നൽകിയാലും പ്രായോഗികമാവില്ല എന്ന് വനമന്ത്രിയെ നേരിൽ കണ്ട് ആനപ്രേമി സംഘം ബോധിപ്പിച്ചിരുന്നു. മന്ത്രിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം മന്ത്രിക്ക് എല്ലാം അറിയണമെന്നില്ല. ആനയുടെ ശരീരത്തിലെ മുറിവിൽ പുഴുവരിക്കുന്ന നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നിലവിൽ അവശനിലയിലുള്ള കാട്ടാനയെ ഇനി കാട്ടിനകത്ത് വെച്ച് മയക്കുവെടി വെച്ച് ചികിത്സ നൽകുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ ആനയെ എത്തിച്ച് മതിയായ ചികിത്സ ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വനം വകുപ്പിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.